യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മളൊരു രാത്രിയുടെ സംഭവം വായിക്കും. ആ രാത്രി ഈ ഭൂമി മറക്കാത്തൊരു രാത്രിയാണ്. ആ രാത്രി മനുഷ്യൻ ഒരിക്കലും പൊറുക്കാൻ പാടില്ലാത്തൊരു രാത്രിയാണ്. ആ രാത്രി ദൈവപുത്രൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയാണ്. അതെ, യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനായി ആ രാത്രിയാണ് പുറപ്പെടുന്നത്. ഇന്ന് വായിക്കുന്ന സുവിശേഷ ഭാഗം മറ്റൊരു രാത്രിയാണ്. അത് നിക്കോദെമോസ് യേശുവിനെ കണ്ടുമുട്ടാനായി ഇറങ്ങുന്ന രാത്രി. ഈ രാത്രിയുടെ പ്രത്യേകത യേശുവിനെ കുറച്ചും കൂടി മനസ്സിലാക്കാനും യേശുവിനെ കുറച്ചും കൂടി ഈ ഭൂമിക്ക് കാട്ടിക്കൊടുക്കാനുമായി നിക്കോദെമോസ് ശ്രമിക്കുകയാണ്. ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ നടക്കുന്നത് രാത്രിയാണെങ്കിൽ രണ്ടിൻ്റെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഏത് രാത്രിയിൽ മനുഷ്യർ ചെന്നാലും ഏത് പകൽ മനുഷ്യർ ചെന്നാലും അങ്ങനെ കാത്തിരുന്ന് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം ഒക്കെ മനസ്സിലാക്കണം. രാത്രി പകലാക്കി പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യരൊക്കെ ഉണ്ടല്ലോ. ചില രാത്രികൾ കണ്ണുനീർ വാർത്ത് കരയുന്ന ചില മനുഷ്യരുടെ ഹൃദയങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെയൊക്കെയാണ് ഈ സുവിശേഷ ഭാഗം കുറച്ചുകൂടി സാന്ത്വനമേകുന്നത്. നിക്കോദെമോസ് രാത്രിയിൽ ക്രിസ്തുവിനെ കാണാൻ വന്നു. അവൻ കുറച്ചും കൂടി മനോഹരമുള്ള ക്രിസ്തുവിനെ കണ്ടിട്ട് തിരിച്ചുപോയി. കാരണം ക്രിസ്തു പ്രകാശമുള്ളവരാണ്. പക്ഷേ യൂദാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതല്ലായിരുന്നു. ചുറ്റും ഇരുട്ടാണ്, അവൻ്റെ ഉള്ളും ഇരുട്ടാണ്. അതുകൊണ്ട് അവന് പ്രകാശമുള്ള ക്രിസ്തുവിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം ഉള്ളിൽ പ്രകാശമുള്ള ഹൃദയമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഹൃദയത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഏത് രാത്രിയും നമുക്ക് പകലാകും, ഏതിരുട്ടും പ്രകാശമായി തീരും.